പ്രാദേശിക പാർട്ടികളുമായി ഇപ്പോഴും ഏറ്റുമുട്ടാനുള്ള ശക്തി നരേന്ദ്രമോദിയുടെ BJPക്ക് ഇല്ല എന്ന് തന്നെയാണ്. NDAയും പ്രാദേശിക കക്ഷികളും നേരിട്ട് ഫൈറ്റിൽ വരുന്ന 240 മണ്ഡലങ്ങൾ, 100ഓളം മണ്ഡലങ്ങളിൽ BJP അപ്രസക്തമാണ്. 240 + 100, ഈ 340 സീറ്റാണ് ഒരുപക്ഷെ 2024 ഗെയിം ചേഞ്ചിങ്. നിലവിലെ രാമക്ഷേത്രത്തിന് ശേഷമുള്ള അയോധ്യയ്ക്ക് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ അത് തൂത്തുവാരും ഉത്തർപ്രദേശ് എന്ന ഒരു കണക്കിലാണ് BJP ഉള്ളത്. ഇത്തവണയും സംപൂജ്യരായിട്ട് തന്നെയായിരിക്കും BJP കേരളത്തിൽ നിന്ന് മടങ്ങാൻ പോകുന്നത്. ഹരിയാനയിൽ 10ൽ 10ഉം വാങ്ങി ഈ ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടിയായി മാറാൻ BJPക്ക് സാധിക്കില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 272 ഭൂരിപക്ഷത്തിന് വേണ്ടത്. എവിടെ പോയി ഈ 122 സീറ്റ് ഇന്ത്യ മുന്നണി കൊണ്ടുവരും? പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. മോദിയുടെ പടയോട്ടത്തെ തടയാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമോ? എവിടെയൊക്കെയായിരിക്കും ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ പിടിക്കുക? എവിടെയൊക്കെയായിരിക്കും മുന്നണിക്ക് കാലിടറുക? ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ആകെയുള്ളത് 26 പാർട്ടികളാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ശതമാന കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2019 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 38% ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കായിട്ട് വോട്ട് ഷെയർ ഉണ്ട്. 120ഓളം സീറ്റുകൾ അവർക്കുണ്ട് എന്ന് പറയുന്നിടത്ത് 45% BJPക്ക് അല്ലെങ്കിൽ NDAക്കുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നിടത്ത് തന്നെ 7% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന 370 അല്ലെങ്കിൽ 400 എന്നൊക്കെ പറയുന്ന പ്രൊജക്ഷൻ ഒരു പക്ഷേ ഒരു ഊതിപ്പെരിപ്പിച്ച ബലൂണായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റുക? കാരണം കഴിഞ്ഞ തവണ തന്നെ 303 സീറ്റുകൾ BJPക്ക് മാത്രമായിട്ടുണ്ട്. NDA മാത്രം എടുക്കുമ്പോൾ 351. ഇന്ത്യ മുന്നണിക്കുള്ള ആകെ സീറ്റിന്റെ ഇരട്ടിയിലധികമായിട്ട് ഇത് വരും. ഇത് കൂടാനുള്ള സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയുണ്ടോ? നോക്കുന്നില്ല. ഞാനും പറയുന്നത് BJP ഇപ്പോൾ പറയുന്ന ഈ കണക്ക് അത് ഊതിപ്പെരുപ്പിച്ച കണക്ക് തന്നെയാണ്. നമുക്ക് ദക്ഷിണേന്ത്യ ഉദാഹരണമായിട്ട് എടുക്കാം. ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും BJPക്ക് വലിയ രീതിയിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഇതര പാർട്ടികളുമായി മത്സരിക്കുന്നിടത്തൊക്കെ BJP തളരുകയാണ്. ദക്ഷിണേന്ത്യയിലെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ BJP ഇതര പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് 26 കക്ഷികൾ ചേർന്ന ഇന്ത്യ മുന്നണിയിൽ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അവർ ഒന്ന് ഒത്തുപിടിച്ചാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് പലതും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു കണക്കൂടി ആഡ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ NDA അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാദേശിക കക്ഷികൾ നേരിട്ട് വരുന്ന ഈ മണ്ഡലങ്ങൾ എടുത്താൽ അത് ഏകദേശം 240ഓളം മണ്ഡലങ്ങൾ വരും. NDAയും പ്രാദേശിക കക്ഷികളും നേരിട്ട് ഫൈറ്റിൽ വരുന്ന 240 മണ്ഡലങ്ങൾ. ഇതല്ലാതെ ദക്ഷിണേന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 100ഓളം മണ്ഡലങ്ങളിൽ BJP അപ്രസക്തമാണ്, അല്ലെങ്കിൽ NDA അപ്രസക്തമാണ്. ഒരു തരത്തിലും NDAക്ക് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ സാധിക്കാത്ത 100 സീറ്റുകൾ ദക്ഷിണേന്ത്യയിലും, അതേസമയത്ത് ഈ പ്രാദേശിക കക്ഷികളുമായി ഫൈറ്റ് ചെയ്യുന്ന 240 സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 340 സീറ്റ്, 240 + 100, ഈ 340 സീറ്റാണ് ഒരുപക്ഷെ 2024 ഗെയിം ചേഞ്ചിങ് ആയി മാറാൻ പോകുന്ന സീറ്റുകളെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സീറ്റുകളായിരിക്കും ഇന്ത്യ മുന്നണിക്ക് നിർണായകം, അല്ലെങ്കിൽ ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വിജയം പ്രാദേശിക പാർട്ടികൾക്ക് വലിയ നിർണായകമായ സ്ഥാനമുണ്ട്, അത് സമ്മതിക്കുന്നു. അത് BJPക്ക് ഒരുപക്ഷെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തവണ നോക്കൂ, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് മാത്രമുണ്ട്. പക്ഷേ BJP ഒറ്റയ്ക്ക് ഒരു സർക്കാർ ഉണ്ടാക്കിയില്ല. പ്രാദേശിക പാർട്ടികൾ കൂട്ടി NDA എന്ന നിലയിൽ തന്നെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോഴും ഏറ്റവും അവസാനം TDP തുടങ്ങിയ പാർട്ടികളെ കൂടി മുന്നണിയുടെ ഭാഗമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് പ്രാദേശിക പാർട്ടികളുടെ വില എന്താണ് എന്ന് BJP കൃത്യമായിട്ട് അറിയാം. അവർ നോക്കുന്നു. ഇപ്പം ജിഷ്ണു ഒരു കണക്ക് പറഞ്ഞതുകൊണ്ട് ഒരു കണക്ക് പറയാം. BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിച്ചത് 186 സീറ്റുകളിലാണ്. അതിൽ 170ലും ജയിച്ചത് BJPയാണ്. ഇതാണ് BJPയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് കോൺഗ്രസിന് എതിരായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ദക്ഷിണേന്ത്യയിൽ കൂടി നല്ല രീതിയിൽ ഒരു കടന്നുകയറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ 351 എന്ന NDAയുടെ കണക്കിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കണക്കിലേക്ക് അത് എത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അത്രക്കൊക്കെ വേണോ? എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിലൊക്കെ ആഞ്ഞു പിടിച്ചിട്ടും ഒരനക്കവും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. 3 സംസ്ഥാനങ്ങൾ, കേരളം, ആന്ധ്ര, തമിഴ്നാട്, ഏകദേശം 84 ലോക്സഭാ സീറ്റുകളുണ്ട് ഈ 3 സംസ്ഥാനത്തും കൂടി. പക്ഷേ ഒറ്റ ഒന്നുപോലും BJPക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതിൽ ഒരു മാറ്റവും ഉണ്ടാകും ഇത്തവണയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് മൊത്തം ഇന്ത്യ മുന്നണി എടുക്കാൻ പോവുകയാണ്. ഇത് ചുരുക്കി പറഞ്ഞാൽ BJP അപ്രസക്തമായ 100ലധികം മണ്ഡലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. മൊത്തം ഒരു തിരഞ്ഞെടുപ്പ് ചിത്രമെടുത്താൽ ഇപ്പോഴും BJP അപ്രസക്തമാണ് 100 മണ്ഡലങ്ങളിൽ. അതോടൊപ്പം BJPയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രാദേശിക പാർട്ടികളും മത്സരിക്കുന്ന 240 മുതൽ 243 സീറ്റുകളുണ്ട്. BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന 190 മുതൽ 200 മണ്ഡലങ്ങൾ. ഇതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം. ഇവിടെയാണ് പോരാട്ടം നടക്കേണ്ടത്. അപ്പോഴാണ് ഞാൻ പറയുന്നത്
കോൺഗ്രസുമായി ഫൈറ്റ് ചെയ്യുന്നിടത്ത് BJPക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ ഞങ്ങൾ ജയിക്കുമെന്ന്. പക്ഷേ എൻ്റെ പോയിന്റ്, പ്രാദേശിക പാർട്ടികളുമായി ഇപ്പോഴും ഏറ്റുമുട്ടാനുള്ള ശക്തി നരേന്ദ്രമോദിയുടെ BJPക്ക് ഇല്ല എന്ന് തന്നെയാണ്. ഇതിൽ വളരെ നിർണായകമായ ഒരു കാര്യം എന്താണെന്ന് പറയുക, അതായത് നമ്മൾ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദക്ഷിണേന്ത്യ മൊത്തം പരിഗണിക്കുകയാണെങ്കിൽ ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം ഇതൊക്കെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഏകദേശം 140 സീറ്റുകൾ വരും. ഈ 140 സീറ്റുകളിൽ ഇപ്പോൾ BJPക്ക് കണ്ണുവെക്കാൻ സാധിക്കുന്നത്, 2019 കണക്കുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കണ്ണുവെക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയിൽ 24 സീറ്റുകളാണ്. പക്ഷേ കർണാടക 2019 പോലെ ആയിരിക്കുമോ 2024 എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന മോദി തന്നെ നേരിട്ട് വന്ന് ക്യാമ്പ് ചെയ്ത് വലിയ പ്രചണ്ഡ പ്രചാരണം നടത്തിയിട്ടും ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറയുന്ന തരത്തിൽ ശക്തമായൊരു കോൺഗ്രസ് ഭരണം ഈ പറയുന്ന കർണാടകയിൽ വന്ന സാഹചര്യത്തിൽ ആ ഒരു വേവ് നിലനിൽക്കുകയാണെങ്കിൽ 15ഓളം സീറ്റ് കോൺഗ്രസ് പിടിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. അതെ, കർണാടക കണ്ട് ഇത്തവണ കൊതിക്കേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം തമിഴ്നാടാണ്. തമിഴ്നാട് 39 സീറ്റിൽ 2014 ഒരു കന്യാകുമാരി ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഈ പറഞ്ഞ 39 സീറ്റും BJPക്ക് കിട്ടാക്കനിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു തരത്തിലും ദക്ഷിണേന്ത്യ കണ്ട് കൊതിക്കാൻ BJPക്ക് സാധിക്കില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ നിയമസഭയുടെ കണക്ക് വെച്ച് ലോക്സഭയിലെ വോട്ട് ഇത്ര കിട്ടും എന്ന രീതിയിലേക്ക് ഒരു കണക്ക് എത്തുന്നതിൽ ചില കുഴപ്പങ്ങളുണ്ട്. കാരണം അങ്ങനെയല്ല, ട്രെൻഡ് എപ്പോഴും അതുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് കർണാടക നിയമസഭ ഇലക്ഷൻ ജയിച്ചു എന്നതുകൊണ്ട് തൂത്തുവാരും കർണാടക എന്ന് കോൺഗ്രസ് എന്തായാലും കരുതുന്നതിൽ ഒരു അല്പം യാഥാർത്ഥ്യമില്ലായകയുണ്ട്. തമിഴ്നാടും ഒരു ബാലികേറാമലയാണ് BJPക്ക് എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ 2014 കന്യാകുമാരിയിൽ ജയിച്ചിട്ടുണ്ട്. AIDMKയുമായുള്ള സഖ്യം ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും BJP വലിയ പ്രതീക്ഷ തമിഴ്നാട്ടിലും വോട്ട് ഷെയറിലടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. റൈറ്റ്, അത് അങ്ങനെ വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഇനി 17 സീറ്റുള്ള തെലങ്കാനയുടെ കാര്യം എന്താണ്? തെലങ്കാനയും ഇതുപോലെ ഇത്തവണ BJP വലിയ സ്വപ്നം കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രമേ തെലങ്കാനയിലുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ ഈ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നോക്കൂ, 119ൽ 64 നേടി രേവന്ത് റെഡ്ഡി എന്ന നേതാവിൻ്റെ കീഴിൽ വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് തെലങ്കാനയിൽ. ഇത്തവണ അവിടെ BRS തകരുകയും ചെയ്തു. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു 10ൽ കൂടുതൽ സീറ്റ് ലോക്സഭയിൽ ഇന്ത്യ മുന്നണി തെലങ്കാനയിൽ നിന്ന് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. അത്തരത്തിലൊരു ഗ്രൗണ്ട് രേവന്ത് റെഡ്ഡി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഓളത്തിലൂടെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് എന്തായാലും ഗുണം ചെയ്യും തെലങ്കാനയിൽ. ഈ തെലങ്കാനയോട് ചേർത്ത് പറയേണ്ടതാണ് ആന്ധ്ര. ആന്ധ്ര 25 സീറ്റുകളാണ്. 25 സീറ്റിൽ 22ഉം YSRCP ആണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇപ്പോൾ YSRCPയുടെ ഒരു ചരിത്രം നോക്കിയാൽ 2019 അവർ ഈ പറഞ്ഞ NDAക്കെതിരെ ഒരു മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്ത ആളുകളാണ് ഇവർ. അപ്പോൾ ഈ YSRCP എപ്പോഴും ആന്ധ്ര ആൻറ്റി BJP ആണ് ഒരു ട്രെൻഡ് നിലനിൽക്കുന്നത്. ആന്ധ്രയിലെ ഒരു പോളിംഗ് ട്രെൻഡ് എന്ന് പറയുന്ന ആൻറ്റി BJP ആണ്. YSRCP 22 സീറ്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ YS ശർമിള ഈ പറഞ്ഞ പോലെ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായ കാര്യമാണ്. ആന്ധ്രയിൽ ഈ പറഞ്ഞ പോലെ തെലങ്കാനയിൽ നിന്നുള്ള ഒരു വേവ് കൂടി അടിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കോൺഗ്രസിന് അനുകൂലമായ ഒരു വേവ് ഇപ്പുറത്തും വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആന്ധ്രയിലും വലിയ രീതിയിലൊന്നും BJPക്ക് സ്വപ്നം കാണാനും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ ഒരു ട്രെൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആന്ധ്രയിലും ഒരു പക്ഷേ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുമെന്ന് തന്നെയാണ് ഞാൻ. പക്ഷെ ആന്ധ്രയിലെ ഈ YSR കോൺഗ്രസ് മാത്രമല്ല, TDP ഉണ്ട്, അതുപോലെ തന്നെ ജനസേന പാർട്ടിയുണ്ട്. ഈ 2 പാർട്ടികളും നിലവിൽ ഏറ്റവും അവസാനം NDAയുടെ ഭാഗമായി BJP സഖ്യത്തിലാണ്. മാത്രമല്ല ആന്ധ്രയുടെ ഒരു പ്രത്യേക സാഹചര്യം, ആന്ധ്രയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. അപ്പം സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് ആയിരിക്കണം എന്നില്ല. ഒരു പക്ഷേ ഭരണവിരുദ്ധ വികാരം കാര്യമായുണ്ടെങ്കിൽ ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ ഭരണം പിടിക്കാമെന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ട്. തെലങ്കാനയിലും കഴിഞ്ഞ 4 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭയിലുള്ളത്. നിയമസഭയിൽ BJP കോൺഗ്രസ് അധികാരം പിടിക്കുമ്പോഴും BJP നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആന്ധ്രയുടെ കാര്യം നമുക്ക് അങ്ങനെ നോക്കാം. കേരളത്തിൽ നിന്ന് 10 സീറ്റ് കിട്ടും എന്നാണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. പക്ഷേ കേരളം ഇത്തവണയും 20 സീറ്റും അത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൈപോക്കുന്ന MPമാരെ തന്നെ ആയിരിക്കും ഡൽഹിയിലേക്ക് അയക്കുക എന്നത് എനിക്ക് തോന്നുന്നു ജിഷ്ണു ദിൽനയ്ക്ക് പോലും അക്കാര്യത്തിൽ സംശയമുണ്ടാകില്ല. BJP ഇരട്ടാക്കമൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന്. അവർ പ്രതീക്ഷിച്ച തൃശ്ശൂർ പോലും ഇപ്പോഴത്തെ മൂഡനുസരിച്ച് BJPക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണയും സംപൂജ്യരായിട്ട് തന്നെയായിരിക്കും BJP കേരളത്തിൽ നിന്ന് മടങ്ങാൻ പോകുന്നത്. ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യ ഇന്ത്യ മുന്നണിയെ കൈവിടില്ല. ഇത്തവണ ഈ BJPയുടെ കണക്കുകൾക്ക് ഒരു ചെക്ക് വെക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ MPമാരെ നൽകുന്നത് ഈ ദക്ഷിണേന്ത്യ തന്നെയായിരിക്കും. അതിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രയുണ്ടാകും. അപ്പോൾ ദക്ഷിണേന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഒരു ഉറച്ച കോട്ടയായി തന്നെ ഉറപ്പായി നിൽക്കും എന്ന് ഞാൻ നിസ്സംശയം പറയുകയാണ്. അങ്ങനെ നോക്കി, ഇതൊക്കെ മുൻകൂട്ടി കാണാതെ BJP ഇതുപോലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങില്ലല്ലോ. മോദി ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും രാംനാഥപുരത്തോ മറ്റെവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ മാത്രമല്ല
മൊത്തം ദക്ഷിണേന്ത്യയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അതെങ്ങനെയാണ് കേരളത്തിൽ ബാധിച്ചത് നമ്മൾ കണ്ടതാണ്. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ BJPക്ക് ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ BJPക്ക് ഉള്ളത് 31 സീറ്റാണ്. അതെന്തായാലും ഒരു 50 വരെയെങ്കിലും എത്തിക്കാമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഈ ദക്ഷിണേന്ത്യയിൽ ആകെ ഉണ്ടാകുന്ന ഈ മാറ്റം കേരളത്തിലും ഉണ്ടാകും എന്ന പറഞ്ഞ കണക്ക് മാത്രമാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. കർണാടക കൂടി ചേർത്താണ് ആ 31ന്റെ കണക്ക് പറഞ്ഞത്. പക്ഷേ കർണാടക നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ ഇത്തവണ BJPക്ക് എന്തായാലും അവിടെ കാലിടർ. നേരത്തെ BJP തൂത്തുവാരിയതാണ് ലോക്സഭയിൽ. പക്ഷേ നിയമസഭയിൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു ട്രെൻഡ് ഇത്തവണ നിലനിർത്തുകയാണെങ്കിൽ ഒരു 15-ൽ കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണി കോൺഗ്രസ് കർണാടകയിൽ നിന്ന് നേടും. അപ്പോൾ BJPക്ക് കർണാടകയിലും ഇത്തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡ് വെച്ച്. അതെ, മറ്റ് 3 സ്ഥലങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡൽഹി, അതുപോലെ പഞ്ചാബ്, ഹരിയാന. ഈ 3 സ്ഥലങ്ങൾ നിങ്ങൾ നോക്കൂ, 2 കർഷക സമരങ്ങൾ നടന്നത് 2019 ശേഷമാണ്. ഈ 2 സമരങ്ങളുടെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡൽഹിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ AAPയും ഈ പറഞ്ഞ പോലെ കോൺഗ്രസും തമ്മിൽ ധാരണയായിട്ടുണ്ട്. 7 സീറ്റുകളാണുള്ളത്. അത് കഴിഞ്ഞ തവണത്തെ പോലെ പൂർണ്ണമായും NDAക്കൊപ്പം നിൽക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം ഈ തവണ കുറച്ചുകൂടി ശക്തമാണ്. ഈ പറഞ്ഞ രാജ്യ തലസ്ഥാനത്ത് അങ്ങനെ BJPക്ക് അനുകൂലമായ ഒരു അപാരമായ വേവ് ഒന്നും നിലനിൽക്കുന്നില്ല, വലിയൊരു ട്രെൻഡൊന്നും നിലനിൽക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ AAPക്കും കോൺഗ്രസിനും കൂടി ഒരുമിച്ച് പിടിച്ചാൽ പോരാവുന്നതേ ഉള്ളൂ ഡൽഹി. ജനങ്ങളുടെ രോഷം അതിനനുസരിച്ചുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ പഞ്ചാബിലേക്ക് വന്നാലോ, പഞ്ചാബിൽ ഈ പറഞ്ഞ പോലെ കർഷക സമരത്തിന്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അതേസമയത്ത് പഞ്ചാബിൽ AAPയും കോൺഗ്രസും വ്യത്യസ്തമായി തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ കൂടി പഞ്ചാബിലും വലിയ മുന്നേറ്റം ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഈ 2 കക്ഷികളും നടത്തും തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഹരിയാന എടുത്താലോ, ഹരിയാനയിൽ 2019 10-ൽ 10 സീറ്റും NDA പിടിച്ചതാണ്. പക്ഷേ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കർഷക സമരം ഏറ്റവും അധികം ബാധിച്ച സ്ഥലമാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ 10-ൽ 10ഉം വാങ്ങി ഈ ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടിയായി മാറാൻ BJPക്ക് സാധിക്കില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവിടെ നേടുന്ന ഓരോ സീറ്റുകളും കരുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു 150 കടക്കും എന്ന് പറയാവുന്ന തരത്തിലേക്ക് അതിനെ വളർത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൽഹിയിലെ കണക്കെടുക്കാം. ആകെയുള്ളത് 7 സീറ്റ്, പഞ്ചാബിൽ 13, രണ്ടും കൂടിയാൽ 20. ഈ 20-ൽ 20ഉം കിട്ടിയെന്ന് വിചാരിച്ചാൽ തന്നെയോ ചെറിയ സംസ്ഥാനങ്ങളാണ്. നമുക്ക് വലിയ സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കാം. ബീഹാറിലേക്ക് വരൂ. ഇന്ത്യ മുന്നണി തുടങ്ങുന്നത് ബീഹാറിലാണ്. നിതീഷ് കുമാറും തേജസ്വി യാദവും സംസ്ഥാനങ്ങൾ തോറും നടന്ന നേതാക്കളെ കണ്ടാണ് BJPക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിതീഷ് കുമാർ എവിടെയാണ്? നിതീഷ് കുമാർ ഇപ്പോൾ NDAയിലാണ്, BJPയുടെ കൂടെയാണ്. BJP NDA മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ്. ബംഗാളിലേക്ക് വരൂ. വലിയ പ്രചാരണമായിരുന്നു. മമതയും കേജ്രിവാളുമായിരുന്നല്ലോ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ. ഇപ്പോഴെവിടെയാണ് മമതയുള്ളത്? എല്ലാ സീറ്റിലും 42 സീറ്റിലും മമത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സഖ്യമില്ല. പിന്നെ എവിടെയാണ് ഇന്ത്യ മുന്നണി വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നത്? പക്ഷേ ദിൽന, എനിക്ക് അവിടെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അങ്ങോട്ടേക്ക് അടർത്തിക്കൊണ്ടുപോയി എന്നുള്ളത് BJPയെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് BJP മുന്നണിക്ക് തിരിച്ചടിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ഒരു മുന്നണിയെ ചതിച്ചുകൊണ്ട് മറ്റൊരു ശത്രുപാളയത്തിലേക്ക് പോകുക, ഇത് ആദ്യത്തെ തവണയല്ല നിതീഷ് പോകുന്നത്. എത്ര നാൾ ഈ ചതി വോട്ടർമാർ കണ്ടു നിൽക്കും എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പരിശോധിച്ചാൽ പോലും ആളുകളുടെ മൈൻഡ് അത് ഉറപ്പായും നോക്കുന്നുണ്ടാകുമല്ലോ. കാരണം ഇങ്ങനെ ചതിക്കുന്ന ഒരാൾക്ക് എന്തിന് നമ്മൾ പിന്തുണ കൊടുക്കണം എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, തേജസ്വി യാദവ് അവിടെ വലിയൊരു ജനകീയ മുഖമായിട്ട് വരികയാണ്. ഇവിടെ അടുത്ത അദ്ദേഹം നടത്തിയിട്ടുള്ള ജനവിശ്വാസ റാലിക്കടക്കം ഒഴുകിയെത്തിയ ജനസമുദ്രമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ബീഹാറിൽ ഒരു പ്രധാനപ്പെട്ട നേതാവായി വരാൻ പോകുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമായ അദ്ദേഹമാണ്. നിതീഷിനെ ആളുകൾ അവിടെ ആ ചതിക്കുള്ള മറുപടി തേജസ്വി യാദവിലൂടെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ എന്തായാലും നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ഈ വലിയ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ബംഗാൾ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണല്ലോ. ഇപ്പം 42 സീറ്റുകളിൽ ഈ പറഞ്ഞ 22 സീറ്റുകളും തൃണമൂലിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബംഗാൾ ഈ പറഞ്ഞതുപോലെ ഒരു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. അത് ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. BJP ഒരു പക്ഷേ ഭരണത്തിൽ വരുമെന്ന് പോലും പറഞ്ഞിരുന്നു. ആ സമയത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ നരേന്ദ്രമോദി രൂപമാറ്റം വരുത്തി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ലുക്കിലേക്ക് കാമഫ്ലാഷ് ചെയ്ത് മാറിയ ഒരു കാലമായിരുന്നു. അങ്ങനെ അടക്കം ആരെയും തലയും മുറുക്കി അവർ ഒരുങ്ങിയിട്ട് നിങ്ങൾ 100 കടക്കില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞെടുത്ത് പിടിച്ചു കെട്ടാൻ BJPയെ പിടിച്ചു കെട്ടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളി പറഞ്ഞതുപോലെ എന്ത് പ്രചരണം നിങ്ങൾ കൊണ്ടുവന്നാലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. എന്ത് മാജിക്കും അവിടെ സംഭവിക്കാം. ഈ പറയുന്ന CA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ബംഗാളിനെ കുറിച്ച് നമുക്ക് ഒരു തരത്തിലും BJPക്ക് അത് കണ്ട് മോഹിക്കാമെന്ന് പറയാൻ പറ്റില്ല. എന്തു സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ബംഗാൾ. ബംഗാളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി മഹാരാഷ്ട്ര എടുക്കുകയാണെങ്കിൽ അതൊരു വലിയ സംസ്ഥാനമാണല്ലോ. 48 സീറ്റുണ്ട് മഹാരാഷ്ട്രയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശേഷം സംഭവിച്ചത് NCP 2ആയി,
ശിവസേന രണ്ടായി, 2 മുന്നണികളാണ് മത്സരിക്കുന്നത്. ആരുടെ കൂടെയാണ് ജനങ്ങൾ എന്ന ജനവിധി ആദ്യമായി അതിനുശേഷം വരാൻ പോവുകയാണ്. നമുക്കത് കാത്തിരുന്ന് പ്രവചിക്കാൻ പറ്റില്ല, കാത്തിരുന്ന് തന്നെ കാണണം അതെന്താണെന്ന്. മധ്യപ്രദേശ് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. 29 സീറ്റുണ്ട് മധ്യപ്രദേശിൽ. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 1 സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. രാമക്ഷേത്രം വന്നതിന് ശേഷം ഉത്തർപ്രദേശിലാകെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന ഒരു മാറ്റമുണ്ട്. നമുക്കറിയാം BSP ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നൊരു സർവേ വരുന്നു. BSPയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ SP-യും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് ശ്രമിക്കുന്നു. എന്നാൽ അത് പരാജയപ്പെടുന്നു. ഉത്തർപ്രദേശിൽ മാത്രമല്ല BSPയുടെ അസാന്നിധ്യം ഇന്ത്യ മുന്നണിയെ ബാധിക്കാൻ പോകുന്നത്, മറിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. ഈ 3 സംസ്ഥാനങ്ങൾ കൂടി 134 സീറ്റിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് കൈകളിലുള്ളത് വെറും 7 സീറ്റാണ്. ഇത്തവണ എത്ര സീറ്റ് കൂട്ടിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും? ശരിയാണ്, അത് ഇതിനെ പറഞ്ഞ കണക്ക് ശരിയാണ്. രാജസ്ഥാനിൽ 25 സീറ്റും BJPയുടെ കയ്യിലാണ്. മധ്യപ്രദേശിൽ 29-ൽ 28 BJPയുടെ കയ്യിലാണ്. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ നിന്ന് 1 സീറ്റ് കിട്ടിയാൽ പോലും അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയൊരു ബോണസാണെന്നേ. ഓരോ സീറ്റും, അതായത് കിട്ടുന്നതെല്ലാം ബോണസാണ്. അതിപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യത്തിലായാലും രാജസ്ഥാൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ മുഴുവൻ സീറ്റും തൂത്തുവാരും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപക്ഷേ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അവിടെ പല മണ്ഡലങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് 2ാം സ്ഥാനത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വോട്ട് ഷെയറിന്റെ ഒക്കെ കാര്യത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂഡ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്നാൽ അവിടെയും അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുകൂലമായി വന്നാലല്ലേ, അങ്ങനെ സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയുന്ന കണക്ക് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി എന്താണ്? ദക്ഷിണേന്ത്യയിൽ വരുന്ന ഒരു 100-ന് മുകളിലുള്ള സീറ്റുകൾ, പിന്നെ മറ്റ് ഓരോ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന 10-20 സീറ്റുകൾ. ഇതിനപ്പുറം എന്ത് കണക്കാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഉത്തർപ്രദേശിൽ 80 സീറ്റുണ്ട്, 64 നിലവിൽ BJPയുടെ കയ്യിലുള്ളത്. അതിൽ എത്ര കിട്ടും? BJPയുടെ കണക്ക് പ്രകാരം നിലവിലെ രാമക്ഷേത്രത്തിന് ശേഷമുള്ള, അയോധ്യയ്ക്ക് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ അത് തൂത്തുവാരും ഉത്തർപ്രദേശ് എന്ന ഒരു കണക്കിലാണ് BJP ഉള്ളത്. പക്ഷേ UP-യിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് 1 സീറ്റാണുള്ളത്. ഈ പറഞ്ഞ പോലെ BSPക്ക് 10 സീറ്റുണ്ട്, SP-ക്ക് 5 സീറ്റ്. ഇങ്ങനെയാണുള്ളത്. ബാക്കി സീറ്റുകളെല്ലാം സ്കോർ ചെയ്തിരിക്കുന്നത് NDA ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ BSP കഴിഞ്ഞ 5 വർഷം കൊണ്ട് വളരെയധികം ദുർബലമായി. ആ ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പോസിറ്റീവായി SP-യെ സ്വാധീനിക്കും, അല്ലെങ്കിൽ SP-ക്ക് അത് വോട്ടായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ SP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഒരു പെർഫോമൻസ് കൂടി ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് SP-യെ പലതരത്തിൽ ഗുണം ചെയ്യും എന്നാണ് ഞാനിതിൽ കണക്കാക്കുന്നത്. ഈ 80 ഔട്ട് ഓഫ് 80 എന്ന രീതിയിൽ ഉത്തർപ്രദേശ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഒരു 20 സീറ്റെങ്കിലും ഇന്ത്യ മുന്നണി പിടിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ BSPയുടെ ദൗർബല്യം SP-ക്ക് ഗുണമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 20 സീറ്റോളം UP-യിൽ പിടിക്കുകയാണെങ്കിൽ തന്നെ അത് വലിയ മുന്നേറ്റമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 150 ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ഈ 150 എന്ന സംഖ്യ അത് വാദത്തിന് സമ്മതിക്കുന്നു. ഇന്ത്യ മുന്നണി 150 കടക്കുന്നു. 272 ഭൂരിപക്ഷത്തിന് വേണ്ടത്. എവിടെ പോയി ഈ 122 സീറ്റ് ഇന്ത്യ മുന്നണി കൊണ്ടുവരും? ഇപ്പോൾ വലിയ സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ജമ്മു കാശ്മീർ, BJP തൂത്തുവാരിയിട്ടുള്ള ഗുജറാത്ത്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണോ ഈ 122 സീറ്റ് കൂടി ഇന്ത്യ മുന്നണി നേടാൻ പോകുന്നത്? ഇതോടൊപ്പം OWIC-യുടെ AAMIM ഇത് ഉത്തർപ്രദേശിലും തെലങ്കാനയിലും ബീഹാറിലും പല മണ്ഡലങ്ങളിലും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഈ പാർട്ടി മത്സരിക്കുന്നുണ്ട്. BJP വിരുദ്ധമായിട്ടുള്ള മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും അത് സാധിക്കും. അത് ഇന്ത്യ മുന്നണിക്ക് പ്രതികൂലമായിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ഭിന്നിപ്പിക്കാൻ OWIC-യുടെ തന്ത്രങ്ങൾ മതിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ന്യൂനപക്ഷങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇത് അവരെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ CA വിജ്ഞാപനമൊക്കെ വന്ന സമയത്താണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയ ഒരു കാര്യം കൂടിയാണ് CA. ആ സമയത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയാണെങ്കിൽ അവർ OWIC-യുടെ കൂടെ പോയിട്ട് പിന്നെ കാര്യമില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ചോയ്സ് ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അടിയൊഴുക്കുകൾ ഉണ്ടാകും. നേരത്തെ BJP പ്രതീക്ഷിക്കുന്ന എങ്ങോട്ടേക്ക് അവർ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളൊന്നും ഒരുപക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒരു അടിയൊഴുക്കുണ്ടായാൽ അതൊക്കെ BJP വിരുദ്ധ പാളയത്തിലേക്ക് കൃത്യമായി തന്നെ വന്നു ചേരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നേരിടാൻ ഈ തെരഞ്ഞെടുപ്പിനെ കഴിയുമെന്ന്. പക്ഷേ സായി നോക്കൂ, ദേശീയ തലത്തിൽ തന്നെ ഒരു BJP അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. 3ാം തവണയും മോദിയുടെ ഗ്യാരണ്ടി
ഇതിന് ഒരു വലിയ ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡ് സ്വാഭാവികമായും വോട്ടർമാരെ സ്വാധീനിക്കും. അതിനനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ നോക്കൂ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കി കോൺഗ്രസ് അധികാരം പിടിച്ചതിന് ശേഷമാണ് ആ രണ്ട് സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. രാജസ്ഥാനിൽ 25-25 BJP പിടിക്കുന്നു, മധ്യപ്രദേശിൽ 29-28 BJP പിടിക്കുന്നു. അതുകൊണ്ട് ആ ട്രെൻഡ്, ലോക്സഭയിലെ ആ ട്രെൻഡ് ഇത്തവണയും ഉണ്ട്. അത് ആ രീതിയിൽ തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു അമിത ആത്മവിശ്വാസമാണ്. ഈ മോദി വരും എന്നുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു തരത്തിലൊരു PR വർക്ക് കൂടിയാണ്. പക്ഷേ അങ്ങനെയല്ല അതിലെ കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും പറയുന്നത്, ആവർത്തിച്ച് പറയുന്നത്, ഇത്തവണ ഒരു അടിയൊഴുക്കുണ്ടാകും. അങ്ങനെ ഒരു അടിയൊഴുക്കുണ്ടായാൽ, അടിയൊഴുക്കുകളിൽ തകരാത്ത കോട്ടകളില്ലല്ലോ ഇന്ത്യയിൽ. മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ BJPയുടെ അവർ കെട്ടിയിട ഈ മനക്കോട്ടയും പൊളിയും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ്. ഇന്ത്യ മുന്നണി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, കുറെ കൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ ഇതായിരിക്കില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യ മുന്നണി ഈ പറഞ്ഞ പോലെ, നമ്മൾ ഈ പറഞ്ഞ നിലക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, ദക്ഷിണേന്ത്യ മുറുക്കി പിടിക്കാൻ സാധിച്ചാൽ, ഈ പറഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും സീറ്റുകൾ ചോർത്തിയെടുക്കാൻ സാധിച്ചാൽ, ഈ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ 150 കടന്ന്, ഞാൻ കുറച്ചുകൂടി കടത്തി പറയാം, 200ഓളം സീറ്റുകൾ തന്നെ ഇന്ത്യ മുന്നണി പിടിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ഏത് നിമിഷവും ഇവിടുത്തെ ട്രെൻഡുകൾ മാറാനുള്ള സാധ്യതയുള്ളതാണ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഒരു സെനേറിയോ എന്ന് പറയുന്നത്. ഇനിയും ട്രെൻഡുകൾ ഉണ്ടാവാനുള്ള സാവകാശവും സമയവും ബാക്കിയുള്ളത് കൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിരാശപ്പെടേണ്ടി വരില്ല ഇന്ത്യ മുന്നണിക്ക്. അപ്പോഴും പ്രശ്നം ഭൂരിപക്ഷത്തിന് സർക്കാർ ഉണ്ടാക്കാൻ 272 എന്നൊരു നമ്പറാണ് വേണ്ടത്. 200 കടന്നാലും ആ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ അതുപോലെ തന്നെ പോസിറ്റീവായി തന്നെ കാണുന്നു. അപ്പോഴും 272 എന്ന നമ്പർ എത്തിക്കാൻ എവിടെ നിന്ന്, ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. സ്വാഭാവികമാണ്, അത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് തന്നെ വരണം. 80 സീറ്റുള്ള ഉത്തർപ്രദേശ് വളരെ നിർണായകമാണ്. അവിടെ കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ സാഹചര്യം. സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അഖിലേഷുമായി ചേർന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇനിയും സഖ്യത്തിന് സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം. ആ സീറ്റുകളൊക്കെ ഇങ്ങ് പോരുന്നേ. അതെന്തായാലും കാത്തു തന്നെ കാണേണ്ടി വരും. പിന്നെ കാത്തിരുന്ന് കാണാം. അൽ മുഖ്തദർ ജ്വല്ലേഴ്സ് 0% പണിക്കൂലി, 100% സന്തോഷം.